എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു രാജ്യം നമ്മളുടെ ഇന്ത്യയാണ്. നമ്മളുടെ ഇന്ത്യ ഇങ്ങനെ ആകാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നവനും പോകുന്നവനും ഒക്കെ കട്ടിട്ട് ഇന്ത്യ ആകെ അങ്ങോട്ട് നശിപ്പിച്ച്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ടല്ലോ ശരിക്കും പുറം ലോകത്ത് എവിടെയും പോയി ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇന്ത്യയിലുള്ളവർക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല എല്ലാം ഉണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്ക് പല പല സംഭവങ്ങൾ ചെയ്ത് നമുക്ക് സെറ്റപ്പ് ആകാൻ പറ്റും. ജാതിയും മതവും ഒക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് വേണ്ടത്, അല്ലാണ്ട് പുറത്ത് പോയിട്ട് ഞാൻ ജാതി മതം. ലോകത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും ഭരിക്കുന്ന മൂന്നേ രാജ്യമാണ്. ഒന്ന് ഇന്ത്യ, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ബംഗ്ലാദേശ്. 3 രാജ്യം. ഇന്ത്യയൊക്കെ എവിടെയോ എത്തേണ്ട രാജ്യമാണ്. നമ്മൾ ഇന്ത്യക്കാരും കൂടി ഇങ്ങനെ ആകാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള ഭരണാധികാരികളാണ്, നമ്മളുടെ പൊളിറ്റീഷ്യൻസാണ്. നമ്മളെ നാട്ടിൽ ഒരു ഒലക്കം ചെയ്യാൻ സമ്മതിക്കില്ല. ഈ വരുന്നവരും പോകുന്നവരൊക്കെ ഉള്ളത് കട്ട് മുടിച്ച് ഓല പോക്കറ്റ് ഓല പള്ള ഇങ്ങനെ വലുതാക്കാന്നല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഒരു ഒലക്കം ചെയ്യുന്നില്ല. അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ചേമ്പാക്കും ചേനയാക്കും എന്ന് പറയാന്നല്ലാണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും കൂടെ നിൽക്കേണ്ട ഒരു രാജ്യമല്ല. ഒരു കിണ്ടിയില്ലാണ്ട് നമ്മളെ കേരളത്തിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ജയിച്ച് MLA ആയി MP ആയി മന്ത്രി ആയി കഴിഞ്ഞ് ഓല് കോടികൾ അങ്ങനെ ഉണ്ടാക്കി രാജാവായി പോവുക. പിന്നെ ഓലൊന്ന് കാണണമെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ 3 രാജ്യത്ത് കള്ളന്മാരും കൊള്ളക്കാരും ജാതിൻ്റെ പേരിൽ കച്ചറയും ഒച്ചപ്പാടും ബഹളം. വേറെ എല്ലാ രാജ്യത്തും നല്ല അടിപൊളി നിയമമാണ്. ഇപ്പോൾ ചൈന നോക്കുകയാണെങ്കിൽ ചൈനക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നില്ല. അതേപോലെ ഒരു രാജ്യക്കാരും യൂറോപ്പിലാണെങ്കിലും ഇപ്പോൾ ചൈനക്കാരാണെങ്കിലും വേറെ ഒരു രാജ്യക്കാരും ഒരു സ്ഥലത്ത് പോയിട്ട് ഓല് ജോലി ചെയ്യുന്നില്ല. എന്താ പറഞ്ഞാൽ ഓലെ നാട്ടിൽ തന്നെ ഓല് ജോലി ചെയ്ത് പുറം രാജ്യക്കാർ അവരെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകളായിട്ടും അതായിട്ടും ഇതായിട്ടും വന്നു അവരെ നാട്ടിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് കയറ്റുമതി ചെയ്ത് ഓലെ നാട്ടിലേക്ക് നല്ല പൈസ വരിക. അപ്പോൾ അവരെ നാട്ടിൽ തന്നെ നിന്നിട്ട് അവരങ്ങനെ അങ്ങനെ 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 സെറ്റപ്പ് ആയിക്കുക. നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതിൻ്റെ പേരിൽ ഒച്ചപ്പാടും ബഹളവും, ജാതി പറയുക, കച്ചറ ഉണ്ടാക്കുക, അതുണ്ടാക്കുക ഇതുണ്ടാക്കുക. നമ്മളെ നാട്ടിൽ ഈ ജാതിൻ്റെ പേരിൽ കച്ചറ ഉണ്ടാക്കിയിട്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുക. നമ്മളെ നാട് സെറ്റപ്പാണെങ്കിൽ നമ്മളെ നാട്ടിൽ ടൂറിസം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പുറം രാജ്യത്തുള്ള ആളുകൾ മുഴുവൻ നമ്മളെ നാട്ടിൽ വന്നിട്ട് എൻജോയ് ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിൽ ഒരുപാട് പൈസ വരും. അപ്പോൾ നമ്മളെ നാട് അങ്ങോട്ട് സെറ്റപ്പ് ആവും. പക്ഷേ എങ്കിൽ ഈ നാട് സെറ്റപ്പ് ആകാൻ ഈ രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ല. ഓല അങ്ങനെ കാട്ട് മൂടിച്ച് ഓലങ്ങനെ തിന്ന് കൊഴുക്കുക എന്നല്ലാണ്ട് ദരിദ്രന്മാരെന്നും ജനങ്ങൾ ദരിദ്രന്മാർ തന്നെ ആയിരിക്കും. പൈസ ഉള്ളവന് ഇങ്ങനെ പൈസ ഉണ്ടായി പോയി. പൈസ ഉള്ളവനെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ് പൈസ ഉണ്ടാക്കുന്നവർ മുഴുവനും. നാട്ടിൽ നിങ്ങൾ എന്തൊരു വമ്പം പരിപാടി ഗവൺമെൻറ്റിൻ്റെ ആയാലും അല്ലാത്തതായാലും ഇപ്പോൾ റോഡ് പണിയാണെങ്കിൽ തന്നെ ഒരു പാവപ്പെട്ടൊരു കോൺട്രാക്ടർക്ക് കിട്ടൂല. അത് നല്ല പിടിപാടുള്ള സെറ്റപ്പുള്ള ചങ്ങായിക്ക് നാട് നശിക്കാൻ കാരണം ഈ അന്തവും കുന്തവും അല്ലാത്ത കുറേ ഭരണാധികാരി.